എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ കാഗസു അവൻ ഷിക്കമരുമായിട്ട് സംസാരിക്കുകയാണ്. ആ ഹീഡൻ അവൻ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതിനർത്ഥം അവൻ ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നാണല്ലേ. കാഗസു പറയും, നിങ്ങൾക്ക് വേണ്ടി 2 സർപ്രൈസുകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത് നമ്മുടെ ഹൊക്കാഗെ ആന്റിയുടെ ലവർ, രണ്ടാമതായിട്ട് ആസുമ സെൻസായി. അതുകൊണ്ട് ഷിക്കമരുവും കൂട്ടരും അവരങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പൊ കാഗസു അവനവന്റെ ബോഡിയിലുള്ള ആ 5 ഹാർട്ട് അത് പുറത്തേക്കെടുക്കും. കാഗസു പറയും, എന്റെയും എന്റെ ടീമിന്റെയും പവർ അത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കട്ട് ചെയ്താ ഇവിടെ ആസുമ സെൻസായി ആൾ ഒരുപാട് ഷിനോബിസിനെ അങ്ങനെ വെട്ടിയെറിയാണ്. കട്ട് ചെയ്താ മറ്റൊരു ഭാഗത്ത് ചോസയും ഡാണും അവർ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഡാൺ അവൻ വിളിച്ചു പറയും, ചോസ എന്നെ എത്രയും പെട്ടെന്ന് സീൽ ചെയ്യേ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് മാറും. അവിടെ വെച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതേ സമയത്ത് കാഗസുവിന്റെ 5 ഹാർട്സ് അവറ്റകൾ അങ്ങനെ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. ഇവിടെ കാഗസു അവന് 2 പേര് ചേർന്ന് വെട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അത് മറ്റാരുമല്ല, ഈസുമയും കൊട്ടക്സു. അവർ 2 പേരും ഇപ്പൊ അവനോട് ചോദിക്കും, നിനക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ? അതിനവൻ പറയും, തലയ്ക്ക് വിലയില്ലാത്തവന്മാരെയൊന്നും ഞാൻ ഓർത്ത് വെക്കാറില്ല. അത് കേട്ട് അവർ 2 പേരും ചേർന്ന് ഒരു വലിയ ചെങ്ങല ഉപയോഗിച്ച് അവനെ വലിഞ്ഞു കീറാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ഷിക്കാഗോ ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈസുമ, കൊട്ടക്സു, നിങ്ങൾ 2 പേരും ചേർന്ന് ആ കാഗസുവെ അവനെ സീൽ ചെയ്യ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഡാറുക അവിടേക്ക് എത്തും. ഈനോ, ഷിക്കമരു, ചോച്ചി, നിങ്ങൾക്ക് 3 പേർക്കും മറ്റൊരു ഓപ്പണന്റ് ഇപ്പൊ റെഡിയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ആസുമ. അത് കേട്ട് അവര് 3 പേരും അവരങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവര് പറയും, ആസുമ സെൻസായി ആള് ഞങ്ങളുടെ മാസ്റ്ററാണ്. അതിന് ഷിക്കാഗോ പറയും, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ 3 പേരെയും ഞാൻ ആസുമയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തെരഞ്ഞെടുത്തത്. കാരണം അവന്റെ വീക്ക് പോയിന്റും അവനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതും നിങ്ങൾ 3 പേരുമാണ്. ഈ സമയത്ത് ഇമോഷൻ വെച്ച് ചിന്തിക്കാൻ പാടില്ല. അവനിപ്പോ നിങ്ങളുടെ മാസ്റ്റർ അല്ല, മറിച്ച് നമ്മുടെ 5 നേഷൻസിന്റെ ഓപ്പണന്റ് ആണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സർവ്വശക്തി എടുത്ത് ആസുമ എന്ന ഓപ്പണന്റിനെ സീൽ ചെയ്യ്. അത് കേട്ട് അവര് 3 പേരും തല കുനിച്ചു നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ 3 ആശാമാരും അവർ പരസ്പരം ഫൈറ്റ് ഒക്കെ കൂടി ഇപ്പൊ ടൈജിപ്സു അത് ട്രെയിനിങ് എടുക്കുകയാണ്. അതിന്റെ ഇടയില് ഇപ്പൊ ഈനോ അവൾക്ക് ഒരുപാട് കലി കയറി അവൾ ഷിക്കമരുവിനോട് ചൂടാവാൻ തുടങ്ങും. അപ്പൊ ഷിക്കമരു പറയും, ഞാനല്ല, ഈ ചോച്ചിയാണ്, അവനാണ് മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാത്തത്. അപ്പൊ ചോച്ചി പറയും, അതെ, ആക്ച്വലി എനിക്ക് നിങ്ങളെ കഴിഞ്ഞും ഭയങ്കര പവറാണ്. ഞാൻ ആ പവർ ഉപയോഗിച്ച് നിങ്ങളെ അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും അത് താങ്ങില്ല. ഈനോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൾ ഓടി വന്ന് ചോച്ചുവിനെ അറഞ്ചം പൊറഞ്ച് അടിക്കേ. ചോച്ചിനെ അറഞ്ചം പൊറഞ്ച് അടിക്കും. ഇപ്പൊ എന്നെ അടിക്കേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പവർ കാണിക്കേ. പക്ഷെ ചോച്ചിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഇല്ലാതെ ആട്ടി മുഴുവൻ അങ്ങനെ വാങ്ങിക്കും. അപ്പൊ അവിടേക്ക് ആസുമ സെൻസായി വരും. ആസുമ സെൻസായി പറയും, നീ ഇപ്പൊ ചിന്തിക്കുന്നത് തെറ്റായ വഴിയിലാണ്. ആക്ച്വലി നീ ഫൈറ്റ് ചെയ്താൽ മാത്രമേ നിന്റെ കൂടെയുള്ളവർക്ക് അവരുടെ സ്കില്ല് അത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയൂ. മാത്രമല്ല നിനക്കും ഇപ്പോൾ ഉള്ളതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് നിന്റെ സ്കില്ല് അത് പുറത്ത് കൊണ്ടുവരാൻ കഴിയൂ. സോ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പവർ ഉപയോഗിച്ച് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. ഒരേ ഒരു അടിയെങ്കിലും നിനക്കെന്നെ അടിക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെ 3 പേരെയും ഈ നിമിഷം ഇവിടെ വെച്ച് ഞാൻ തിരികെ അക്കാദമിയിലേക്ക് അയക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ചോച്ചി അതൊക്കെ ആലോചിച്ച് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവസാനമായിട്ട് ആസുമ സെൻസായി ആളെല്ലാ കാര്യങ്ങളും ഷിക്കമരു ഏൽപ്പിച്ചാണ് മരിച്ചു പോയത്. കട്ട് ചെയ്ത ആളെല്ലാ കാര്യങ്ങളും ഷിക്കമരു ഏൽപ്പിച്ചാണ് മരിച്ചു പോയത്. കട്ട് ചെയ്ത ഇനി ഒട്ടും സമയം കളയാനില്ല, നിങ്ങൾ 3 പേരും ചേർന്ന് ആസുമ സെൻസായിയെ അറ്റാക്ക് ചെയ്യ്. അവര് വെറും റീആനിമേഷൻ ജിപ്സ് മാത്രമാണ്. കട്ട് ചെയ്ത ചുറ്റും ആ ഹാർട്ട് മനുഷ്യന്മാര് അവരിപ്പോ ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോച്ചിയും ഷിക്കമരുവും ഈനോയും അവര് 3 പേരും ഇപ്പൊ ആസുമ സെൻസായി ആൾ അവസാനം അവരെ മോട്ടിവേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓർത്തെടുക്കും. കട്ട് ചെയ്ത ആസുമ സെൻസായി ആള് ചാടി വീണ് പേപ്പർ ബോംബൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്ത് കത്തിയൊക്കെ ഇപ്പൊ വലിച്ചെറിയാൻ തുടങ്ങും. ഉടനെ നമ്മുടെ ആൾക്കാര് അവര് പേപ്പർ ഉപയോഗിച്ചും കത്തി ഉപയോഗിച്ചും എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ചൊക്കെ ഇപ്പൊ ആസുമ സെൻസായെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണ ആസുമ സെൻസായി ആള് തകരുമ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും. ഉടനെ ആസുമ സെൻസായി ആളിപ്പോ ഷിക്കമരുവിന്റെ തൊട്ടടുത്തെത്തും. ആൾ ഷിക്കമരുവിനോട് പറയും, കമോൺ, ഇങ്ങനെ തന്നെ ആക്റ്റീവായിട്ട് അറ്റാക്ക് ചെയ്ത് എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സീൽ ചെയ്യണം. ഷിക്കമരു ചുറ്റും നോക്കും. ആ സീലിംഗ് ടീം അവരെവിടെ പോയി? ഇപ്പൊ പറ്റിയ സമയമാണ്. അവരുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മാസ്റ്റർ സീൽ ചെയ്യാം. ഉടനെ ആസുമ മാസ്റ്റർ ഒരു പ്രത്യേക ഗ്യാസ്
അവർക്ക് നേരെ ഊതാൻ തുടങ്ങും. എന്നിട്ട് അവരെ 3 പേരെയും ഇപ്പൊ ചവിട്ടി താഴെയിട്ട് ഫയർ വെച്ച് അത് കത്തിക്കും. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ആൾക്കാർ ചാടി ഓടി ഒരു പോറൽ പോലും ഏൽക്കാതെ ഇപ്പൊ വീണ്ടും മാസ്റ്ററിന്റെ മുൻപിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ടെൻ അവളുടെ സ്ക്രോള് വിരിച്ച് ആ 5 ഹാർട്ട് മോൺസ്റ്റേഴ്സിനെയും ആ ഒറ്റകളെ തല്ലി തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടനെ ആ അൾട്ടിമേറ്റ് ടൂള് അതുപയോഗിച്ച് ഇപ്പൊ അറഞ്ചം പൊറഞ്ചം വീശും. ആ ഒരു വീശലില് ഇപ്പൊ ഓരോ മോൺസ്റ്റേഴ്സ് ആയിട്ട് അങ്ങനെ തകർന്ന് വീഴാൻ തുടങ്ങും. പക്ഷെ എന്താ, അവളുടെ ചക്ര പവർ അത് ഒരുപാട് കുറഞ്ഞ് അവൾ താഴേക്ക് വീഴും. അവൾ ഒരു സെക്കൻഡ് ഷോക്കാവും. ഈ ലെജൻഡറി സ്ക്വാഡ് ഇത് ഇത്രയും പെട്ടെന്ന് എന്റെ ഇത്രയും ചക്ര പവർ അത് അബ്സോർബ് ചെയ്തെടുത്തോ? എന്തായാലും കുഴപ്പമില്ല, എനിക്കിപ്പോ വലുത് എന്റെ കോമ്പനൻസ് ആണ്, ഉറപ്പായിട്ടും അവരെ ഞാൻ സേവ് ചെയ്യുന്നു പറഞ്ഞ് അവൾ വീണ്ടും മുൻപോട്ട് പോവും. അപ്പൊ അതേ സമയത്ത് ആ കാഗസു അവൻ ആ ചെയിനില് ശക്തമായിട്ട് പിടിച്ചു വലിച്ച് അവർ രണ്ടുപേരെയും തെറിപ്പിച്ചു കളയും. എന്നിട്ട് മുൻപോട്ട് ചാടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും നമ്മുടെ ഡാറുകി അവന്റെ സ്ക്വാഡുമായിട്ട് കാഗസുവിന്റെ മുൻപിലേക്ക് ചാടി വരിക. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഡാറുകയെ വെട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഈസുകി നിലവിളിച്ചു പറയും, ഡാറുക മാസ്റ്റർ, നിങ്ങളുടെ ലൈറ്റ്നിങ് ജിപ്സു അതുപയോഗിച്ച് അവൻ അടിക്ക്, അങ്ങനെയാണെങ്കിൽ അവനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയും. അതിന് ഡാറുകി പറയും, ഞാൻ ഓൾറെഡി ഒരുപാട് പവർ ഉപയോഗിച്ചു, അതുകൊണ്ട് എന്റെ കയ്യില് ഇപ്പൊ അത്രയും പവർ ഇല്ല, സോ എന്നെ കൊണ്ട് അത് ഉപയോഗിക്കാൻ ഇപ്പൊ കഴിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ചു നേരം അവനെ ലോക്ക് ചെയ്ത് പിടിക്ക്, അപ്പോഴേക്കും ഞാൻ അവിടേക്ക് എത്താം. കട്ട് ചെയ്ത വീണ്ടും നമ്മുടെ 3 ആൾക്കാരെ കാണിക്കും. അവർ ആസുമ സെൻസയെ ലോക്ക് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് മാസ്റ്ററിന്റെ തൊട്ടു മുൻപിൽ അങ്ങനെ നിൽക്കും. ഉടനെ മാസ്റ്റർ ഇപ്പോൾ അവരോട് പറയും, നിങ്ങളിപ്പോ ഒരുപാട് വളർന്നിരിക്കുകയാണ്, നിങ്ങളുടെ ഈ ഒരു വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാനാണ്. അത് കേട്ട് നമ്മുടെ 3 ആൾക്കാർക്കും ഒരുപാട് സങ്കടാവും. മാസ്റ്റർ പറയും, നിങ്ങളുടെ 3 പേരുടെയും ഫോർമേഷൻ അറ്റാക്ക് അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർ അവർ ഫുൾ പവറില് അങ്ങനെ ചാടി വന്ന് മാസ്റ്ററിനെ ഇട്ടിക്കാൻ തുടങ്ങും. ഉടനെ ചോച്ചി അവന്റെ മൂവ്മെന്റ് അത് പതിയെ കുറഞ്ഞ് അങ്ങനെ അടിച്ച് താഴെ വീഴും. ആസുമോ സെൻസൈ നിലവിളിച്ചു പറയും, ഷിക്കമരു, നിങ്ങളുടെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്ത് പിടിക്ക്, അതിനുശേഷം സീൽ ചെയ്യാൻ ശ്രമിക്ക്. ഉടനെ ഷിക്കമരു അവന്റെ ഷാഡോ ജിപ്സു ഉപയോഗിച്ച് മാസ്റ്ററിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആള് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. അത് കണ്ട് ചോച്ചി അവന്റെ കൈ വലുതാക്കി ഇപ്പൊ മാസ്റ്ററിനെ ഇടിക്കാനായിട്ട് തൊട്ടടുത്തേക്ക് വരും. മാസ്റ്ററിന്റെ ക്ലോസ് എത്തുമ്പോ അവന്റെ പഞ്ച് അതങ്ങനെ ഫ്രീസ് ആക്കി നിർത്തും. മാസ്റ്റർ ചോച്ചിയോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ചോച്ചി, എന്നെ കൊണ്ടാവില്ല, സ്വപ്നത്തിൽ പോലും മാസ്റ്ററിനെ തല്ലി തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ അപ്പോഴേക്ക് ആസുമ സെൻസായി ആളൊരു ജിപ്സ് ഉപയോഗിച്ച് ചോച്ചിയെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈനോ അവളിപ്പോ ചോച്ചിയെ പിടിച്ചു വലിച്ച് അവളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഇവിടെ ചോച്ചിയാണെങ്കിൽ അവൻ ഒരുപാട് വിഷമത്തില് കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ചോച്ചി അവൻ കരഞ്ഞോണ്ട് പറയും, മാസ്റ്റർ, ആൾ അന്ന് എന്നോട് പറഞ്ഞതാണ് ഞാൻ തടിയനല്ല, ഞാൻ ക്യൂട്ടാണെന്ന്, സോ ഒരിക്കലും ഞാൻ മാസ്റ്റർ തല്ലില്ല. അത് കേട്ട് ഇപ്പൊ ആസുമ മാസ്റ്റർ ആള് വീണ്ടും ഇപ്പൊ നിലവിളിച്ച് പറയും, ചോച്ചി, നിന്റെ പവർ എടുത്ത് എന്നെ തല്ല്, നിനക്ക് വേണ്ടി, നിന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി, നിന്റെ മാസ്റ്ററിന് വേണ്ടി നീ എന്നെ തല്ലിക്കൊല്ലണം, നീ എന്നെ തല്ലി സീൽ ചെയ്തേ പറ്റൂ, വെറുതെ പട്ടി മോങ്ങും പോലെ മോങ്ങാതെ എന്നെ വന്ന് അടിക്ക് തടിയാ എന്ന് മാസ്റ്റർ ഫുൾ കലിപ്പിൽ പറയും. അത് കേട്ട് ചോച്ചി അവന്റെ കൈ ചുരുട്ടി ഇടിക്കാനായിട്ട് ചാടി വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.